ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലാബ് അസിസ്റ്റൻ്റ് എക്സാം സിലബസിലെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന സുവോളജിയുടെ പോർഷനാണ്. ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു മോഡലിൽ നിന്നും ചോദിക്കുക. ഏതൊരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ആഹാരം വേണമല്ലേ? ആഹാരം എന്താണ്? നമ്മുടെ 4 കോമ്പോണൻസുകളാണ് ആഹാരത്തിൽ നിന്നും ജീവിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടുന്നത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്സ് ഇവയൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണ്. അതുപോലെ വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ടിഷ്യൂവിൻ്റെ ഗ്രോത്തിനും റിപ്പയറിനും ആവശ്യമാണ്. വെള്ളമാണ് മറ്റൊരു ആവശ്യഘടന അല്ലേ? എന്താണ് വെള്ളത്തിന്? മെറ്റാബോളിക് ആക്ടിവിറ്റീസിനും അതുപോലെ നമ്മുടെ ഡീഹൈഡ്രേഷനും വേണ്ടി യൂസ് ചെയ്യുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ബയോമോളിക്യൂൾസ് ഒറിജിനൽ ഫോമിലല്ല ശരീരത്തെടുക്കുക. അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഒരു സിമ്പിൾ സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ആകുന്നു. നമ്മൾ ഏതൊരു കോംപ്ലക്സ് ഫുഡ് കഴിച്ചാലും അതിനെ സിമ്പിൾ അബ്സോർബ്ഡ് ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വെച്ചാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് ഡൈജഷൻ എന്ന് പറയുക. മെക്കാനിക്കലും ബയോകെമിക്കൽ മെത്തേഡ്സിലും ഡൈജഷൻ നടക്കുന്നു. നമ്മുടെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എലിമെൻ്ററി കനാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഗ്ലാൻഡും, അസോസിയേറ്റഡ് ഗ്ലാൻഡും. എലിമെൻ്ററി കനാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിൻ്റെ ആൻറ്റീരിയർ ഓപ്പണിൽ നിന്നും ഏനസ് വഴി പോസ്റ്റീരിയർ ഓപ്പൺ ഔട്ട് വരെയാണ്. നമ്മുടെ മൗത്തിൻ്റെ ഉള്ളിൽ ഒരു ബക്കൽ ക്യാവിറ്റി ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു ഓറൽ ക്യാവിറ്റി ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? ഒരുപാട് പല്ലുകളും ഒരു മസ്കുലർ ടങ്കുമുണ്ട്. ഓരോ പല്ലും ജോബോണിൻ്റെ സോക്കറ്റിൽ അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു അറ്റാച്ച്മെൻറ്റിനെയാണ് ടീക്കോഡോട്ട് എന്ന് പറയുക. ഏതൊരു മാമൽസിൻ്റെയും, അതായത് ഹ്യൂമൻ ബീങ്സ് ആണെങ്കിലും, അവരുടെ ജീവിതത്തിൽ 2 സെറ്റ് പല്ലുകളാണുള്ളത് അല്ലേ? ആദ്യമായിട്ട് നമുക്ക് ടെമ്പററി പല്ല് കാണും. അതിനെ ഡെസിഡസ് ടീത്ത് എന്നും പറയും, ടെമ്പററി മിൽക്ക് ടീത്ത് എന്നും പറയും. അത് റീപ്ലേസ് ചെയ്താണ് പെർമനൻ്റ് ആയിട്ട് അതുപോലെ അഡൾട്ടായിട്ടുള്ളൊരു ടീത്ത് ഉണ്ടാകുന്നത്. ഈ ഒരു ഡെൻറ്റീഷനെയാണ് ഡൈഫ്യോഡോണ്ട് എന്ന് പറയുക. ആദ്യം എന്താണ്, നമുക്ക് ടെമ്പററി ടീത്ത് അല്ലെങ്കിൽ ഡെസിഡസ് ടീത്ത് ആയിരിക്കും നമ്മൾ ജനിക്കുമ്പം കാണുക. അത് റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും പെർമനൻ്റ് ആയിട്ടുള്ള അഡൾട്ട് ടീത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 2 സെറ്റ് ഓഫ് ടീത്തിനെയാണ് ഡൈഫ്യോഡോണ്ട് എന്ന് പറയുക. ആ ഒരു ഡെൻറ്റീഷനെയാണ് ഡൈഫ്യോഡോണ്ട് എന്ന് പറയുന്നത്. അഡൾട്ടായിട്ടുള്ള ഒരു വ്യക്തിക്ക് മൊത്തം 32 സ്ഥിരമായിട്ടുള്ള പല്ലുകളാണുള്ളത് അല്ലേ? 4 രീതിയിലുള്ള 32 പല്ലുകളായിരിക്കും ഉണ്ടാവുക. ഈ ഒരു ടൈപ്പിനെയാണ് ഹെറ്ററോഡോണ്ട് ഡെൻറ്റീഷൻ എന്ന് പറയുക. പെർമനൻ്റ് ആയിട്ട് 32 ടീത്ത് ഉണ്ടെങ്കിൽ അതിനെ ഹെറ്ററോഡോണ്ട് ഡെൻറ്റീഷൻ എന്ന് പറയും. 4 ടൈപ്സ് ഓഫ് ടീത്തുകൾ ഏതൊക്കെയാണ്? ഇൻസിസേഴ്സ്, കാനിൻ, പ്രീമോളാസ്, മോളാസ്. ഇത് ഓരോന്നിനെയും ഡിനോട്ട് ചെയ്യാൻ I, C, P, M എന്ന ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് അപ്പർ ലോവർ ജോയുടെ ഹാഫ് ആയിട്ടായിരിക്കും. ഇതിൻ്റെ ഡെൻ്റൽ ഫോർമുലയുണ്ട് 2123/2123. അതായത് മുകളിൽ 2, 1, 2, 3 എന്ന രീതിയിലാണ് I, C, P, M അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ താഴത്തെ ജോയിലും ഹാഫിൽ 2, 1, 2, 3 തന്നെ ആയിരിക്കും. ഇൻസിസേഴ്സ് 2, കാനിൻ 1, പ്രീമോളാർ 2, മോളാർ 3 അങ്ങനെ ആയിരിക്കും അറേഞ്ച് ചെയ്യുന്നത്, മുകളിലും താഴെയും ഹാഫായിട്ട്. ടീത്തിൻ്റെ ഡയഗ്രമാണ് കൊടുത്തിരിക്കുന്നത്. 2 ഇൻസിസർ, 1 കാനിൻ, 2 പ്രീമോളാർ, 3 മോളാർ, അങ്ങനെ ഒരു സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ജോയുടെ സോക്കറ്റ്, ഓരോ ടീത്തും ഇരിക്കുന്ന സോക്കറ്റിൻ്റെ ഷേപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിലും ഇതുപോലാണ് ടീത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്. മാസ്റ്റിക്കേഷൻ ഓഫ് ഫുഡിന് വേണ്ടി, എന്താണ് മാസ്റ്റിക്കേഷൻ? നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിക്കുക. അതിനു വേണ്ടി നമ്മുടെ പല്ലിൻ്റെ സർഫസിൽ ഒരു കട്ടിയുള്ള കണ്ടൻ്റ് ഉണ്ട്, അതാണ് ഇനാമൽ എന്ന് പറയുക. ഇനാമലാണ് നമ്മുടെ പല്ലിന് നല്ല കട്ടിയുള്ള സർഫസ് കൊടുക്കുന്നത്. ടങ്ക് എന്താണ്? ഒരു ഫ്രീലി മൂവബിൾ മസ്കുലർ ഓർഗനാണ് അല്ലേ? നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചലിക്കാൻ പറ്റുന്ന ഒരു ഓർഗനാണ് ടങ്ക്. ടങ്കിൻ്റെ അപ്പർ സർഫസിലായിട്ട് ഒരു ചെറിയ പ്രൊജക്ഷൻ ഉണ്ട്, അതാണ് പാപ്പില്ലേ. ചില പാപ്പില്ലയ്ക്കകത്ത് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. നമ്മുടെ നാക്കിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി സഹായിക്കുന്നതാണ് ടേസ്റ്റ് ബഡ്സ്. ഉപ്പാണോ, എരിയാണോ, പുളിയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ടേസ്റ്റ് ബഡ്സിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഓറൽ ക്യാവിറ്റി ചെന്നെത്തുന്നത് ഫാരിങ്സ് എന്ന പാർട്ടിലാണ്. ഫുഡും എയറും എല്ലാം പാസ് ചെയ്യുന്നത് ഈ ഫാരിങ്സിലൂടെയാണ്.
ഈസോഫാഗസും ട്രെക്കിയം എന്ന് പറയുന്ന വിൻ പൈപ്പാണ്. ഇത് ഫാരിങ്സിലേക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഈസോഫാഗസ് സ്വാലോ ആവും. അപ്പോൾ വിൻഡ് പൈപ്പിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള ഗ്ലോട്ടിസിലേക്ക് ഫുഡ് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു കാറ്റ്ലേജിനസ് ഫ്ലാപ്പുണ്ട്. അതാണ് എപ്പിഗ്ലോട്ടിസ്. അപ്പോൾ ഗ്ലോട്ടിസിലേക്ക് ഫുഡിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് എപ്പിഗ്ലോട്ടിസിൻ്റെ ഫങ്ഷൻ. ഈസോഫാഗസ് തിന്ന് ലോങ് ട്യൂബാണ്. നമ്മുടെ നെക്കിലൂടെ, തൊറാക്സിലൂടെ, ഡയഫ്രത്തിലൂടെ ജെ ഷേപ്പ് സ്ട്രക്ചറായിട്ടുള്ള സ്റ്റൊമക്കിലേക്ക് എത്തിച്ചേരുന്നു. ഈസോഫാഗസിനെ സ്റ്റൊമക്കിലേക്ക് ഓപ്പൺ ചെയ്യാൻ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് മസ്കുലാർ സ്പിഞ്ചർ. ഗ്യാസ്ട്രോ ഈസോഫാഗലിനും പേരുണ്ട്. നമ്മുടെ സ്റ്റൊമക്ക് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ മുകളിൽ ഇടത്ത് സൈഡായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് 4 പാർട്സുകളാണ് സ്റ്റൊമക്കിലുള്ളത്. കാർഡിയക് പോർഷൻ ഉണ്ട്, ഈസോഫാഗസിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള കാർഡിയക് പോർഷൻ ഉണ്ട്, ഒരു ഫണ്ടിക് റീജിയൻ ഉണ്ട്, മെയിൻ സെൻട്രൽ റീജിയൻ ആയിട്ടുള്ളൊരു ബോഡി ഉണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റിൻ്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള പൈലോറിക് പോർഷനുമുണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സി ഷേപ്പായിട്ടുള്ളത് ഡ്യൂഡനം, ലോങ് കോൾഡ് മിഡിൽ പോർഷൻ ജജനം, ഹൈലി കോൾഡ് ഇലിയം. സ്റ്റൊമക്കിനെ ഡ്യൂഡനത്തിലേക്ക് ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്നത് പൈലോറിക് സ്പിഞ്ചറാണ്. ഇലിയം ലാർജ് ഇൻറ്റസ്റ്റിലേക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ലാർജ് ഇൻറ്റസ്റ്റിനിൽ സീസം, കോളം, റെക്റ്റം അങ്ങനെ 3 പാർട്സ് ഉണ്ട്. സീസം എന്ന് പറയുന്നത് ഒരു സ്മോൾ ബ്ലൈൻഡ് സാക്കാണ്. അതിൽ സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് അടങ്ങിയിട്ടുണ്ട്. സീസത്തിൽ നിന്നും ഒരു നാരോ ഫിംഗർ ലൈക്ക് ട്യൂബുലർ പ്രൊജക്ഷൻ ആയിട്ടുള്ള വെർമിഫോർ അപ്പൻഡിസ് ഉണ്ട്. ഇതൊരു വെസ്റ്റിഗൽ ഓർഗനാണ്. സീസം ഓപ്പൺ ചെയ്തിരിക്കുന്നത് കോളൻ പാർട്ടിലേക്കാണ്. കോളൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 4 പാർട്സായിട്ട് ആൻ അസെൻഡിങ്, എ ട്രാൻസ്വേഴ്സ്, ഡിസെൻഡിങ് പാർട്ട് ആൻഡ് എ സിഗ്മോയിഡ് കോളൻ. ഡിസെൻഡിങ് പാർട്ട് രക്തത്തിലേക്ക് ഓപ്പൺ ചെയ്ത് ഏനസ് വഴി പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ ഈസോഫാഗസ് ഒരു തിൻ ലോങ് ട്യൂബാണ്. നെക്ക്, തൊറാക്സ്, ഡയഫ്രം വഴി സ്റ്റൊമക്ക് ജെ ഷേപ്പ് ബാഗ് ലൈക്ക് സ്ട്രക്ചറായിട്ടുള്ള സ്റ്റൊമക്കിലേക്ക് എത്തിച്ചേരുന്നു. ഈസോഫാഗസ് സ്റ്റൊമക്കിലേക്ക് ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്നത് മസ്കുലാർ സ്പിഞ്ചറാണ്. സ്റ്റൊമക്ക് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ അപ്പർ ലെഫ്റ്റ് പോർഷനിൽ സിറ്റുവേറ്റ് ചെയ്യുന്നു. പ്രധാനമായും 4 പാർട്സാണ്. കാർഡിയാക് പോർഷൻ ഉണ്ട്, അത് ഈസോഫാഗസിലേക്ക് ഓപ്പൺ ആണ്. പിന്നെ ഒരു ഫണ്ടിക് റീജിയൻ, മെയിൻ സെൻട്രൽ റീജിയനായ ബോഡി, പൈലോറിക് പോർഷൻ സ്മോൾ ഇൻറ്റസ്റ്റിൽ ഓപ്പൺ ആയിട്ടുണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റിൻ തന്നെ വീണ്ടും 3ആയിട്ടുണ്ട്. സി ഷേപ്പ് ഡ്യൂഡനം, ലോങ് കോൾഡ് മിഡിൽ പോർഷൻ ജജനം, ഹൈലി കോൾഡ് ഇലിയം. സ്റ്റൊമക്കിൻ്റെ ഓപ്പണിംഗ് ഡ്യൂഡനിലേക്കാണ്. പൈലോറിക് സ്പിഞ്ചർ ഗാർഡ് ചെയ്യുന്നു. ഇലിയം ലാർജ് ഇൻറ്റസ്റ്റിലേക്ക് ഓപ്പൺ ആണ്. ലാർജ് ഇൻറ്റസ്റ്റിനകത്ത് സീസം, കോളം, റെക്റ്റം ഉണ്ട്. സീസം ഒരു സ്മോൾ ബ്ലൈൻഡ് സാക്കാണ്. സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസമാണ് അതിനകത്തുള്ളത്. ഒരു നാരോ ഫിംഗർ ലൈക്ക് ട്യൂബുലർ പ്രൊജക്ഷൻ ഉണ്ട്. വെർമിഫോം അപ്പൻഡിസ് ഒരു വെസ്റ്റിഗൽ ഓർഗനാണ്. സീസത്തിൽ നിന്നും തുടങ്ങുന്നു. സീസം കോളനിലേക്ക് ഓപ്പൺ ആകുന്നു. കോളൻ വീണ്ടും 4 പാർട്സായിട്ടുണ്ട്. ആൻ അസെൻഡിങ്, ഐ ട്രാൻസ്വേഴ്സ്, ഡിസെൻഡിങ് പാർട്ട് ആൻഡ് എ സിഗ്മോയിഡ് കോളൻ. ഡിസെൻഡിങ് പാർട്ടാണ് രക്തത്തിലേക്ക് ഓപ്പൺ ചെയ്ത് ഏനസ് വഴി പുറത്തേക്ക് പോകുന്നു. എലിമെൻ്ററി കനാലിൻ്റെ കുറച്ച് പോർഷനും കൂടി ഉണ്ട്. അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്